സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാപ്പിൽ തുളസീദാസ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് രണ്ട് മഹത് വ്യക്തികളെക്കുറിച്ചാണ്. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ONV കുറുപ്പിൻ്റെ ക്ഷണികം പക്ഷേ എന്ന കവിതയിലെ രണ്ട് വരികളാണ്. തപിച്ചു നീരാവിയായി വെണ്ണിലേക്കുയരേണ്ട തറയിൽ ഒരു തരി മണ്ണിനു നനവേകാം. ഒരു ചെടിയുടെ ഇലത്തൊമ്പിൽ നിന്ന് ഊർന്നു വീഴാനൊരുങ്ങുന്ന ജലകണിക അതിൻ്റെ ആഗ്രഹം പ്രതിഫലിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ. തൻ്റെ ജീവിതം വളരെ ചെറുതാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ഗുണകരമാകണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം എന്ന് നാരായണ ഗുരുവും കവിതയിലൂടെ പറഞ്ഞത് നാം ഓർക്കേണ്ടതാണ്. കവികൾ തൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും കവിതയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് സാധാരണ ജനങ്ങൾക്ക് അത് വീക്ഷിക്കുവാൻ തന്നെ കഴിയും. ക്ഷണികം പക്ഷേ എന്ന കവിത വായിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്. 2 നൂറ്റാണ്ടുകൾ അടിമത്തം പേറിയ ഇന്ത്യയെ മോചിപ്പിക്കുവാൻ തങ്ങളുടെ ജീവിതം ഉഴിഞ്ഞുവെച്ച സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കുറിച്ചാണ് ഈ സമയം ഓർക്കേണ്ടത്. അതിൽ ഗാന്ധിയും നേതാജിയും നെഹ്റുവും പോലെയുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. വിദ്യാസമ്പന്നരായ അവർ നാടിൻ്റെ മോചനത്തിനു വേണ്ടി രാഷ്ട്രീയം തിരഞ്ഞെടുത്തവരാണ്. ഇന്നത്തെ വിദ്യാസമ്പന്നർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. തൽഫലമായി അഴിമതിയിലൂടെ രാജ്യം കൊള്ളയടിക്കപ്പെട്ട് നാശത്തിലേക്ക് കടന്നു പോകുന്നു. ഇത് മനസ്സിലാക്കി ശരിയായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ അഴിമതി രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനു വേണ്ടി രാഷ്ട്രീയത്തിലെത്തിയ വിദ്യാസമ്പന്നനായ ഒരു ഗാന്ധിയനാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് ലഭിക്കാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൻ്റെ തീച്ചൂളയിലേക്ക് സധൈര്യം കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ്. ICS പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ നേതാജി തൻ്റെ സർട്ടിഫിക്കറ്റ് യാത്രമധ്യേ കടലിലേക്ക് കീറിയെറിഞ്ഞ് മാതൃരാജ്യത്തിന് വേണ്ടി പോരാടാൻ ഗാന്ധിയുമായി ബോംബെയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനു വേണ്ടി ഒരു സൈന്യം പോലും ഉണ്ടാക്കി യുദ്ധം ചെയ്ത മഹത് വ്യക്തിത്വമാണ് നേതാജി. ഒരു ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും അതുമാത്രം കൊണ്ട് ഇന്ത്യയെ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ആ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി 10 വർഷം കൊണ്ട് തന്നെ അതൊരു ദേശീയ പാർട്ടിയായി മാറി. അഴിമതി നിർമ്മാർജ്ജനത്തിലൂടെ നന്മയിലൂടെ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന ആ പ്രസ്ഥാനം ഇന്ന് പഞ്ചാബിലും അധികാരത്തിലേറി. കേരളം, ഹരിയാന, ഗോവ, ഗുജറാത്ത് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അധികാരവും വർഗീയതയും അഴിമതിയും വിളനിലമാക്കിയവർ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ സത്യവും നന്മയും എന്നും വിജയിച്ച ചരിത്രം ഇന്ത്യക്കുണ്ടെന്ന് നാം ഓർക്കേണ്ടതാണ്. തൻ്റെ ജീവിതം മണ്ണിന് നനവേകാൻ കൊതിക്കുന്ന ഒരു ജലകണികയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ എന്ന് ഈ കവിത വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി. നന്ദി, നമസ്കാരം.